കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ അകൃത്യം മോചിച്ച് സകല രോഗങ്ങൾ സൗഖ്യമാക്കി ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുത്ത് ദയയും കരുണ അണിയിച്ച് യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യേശു പറഞ്ഞു, ഞാൻ 10 കുഷ്ഠരോഗികളാണ്, പക്ഷേ ഈ ശമര്യൻ മാത്രമാണ് വന്നത്. ബാക്കി 9 പേര് എവിടെയെന്ന് അന്വേഷിച്ചു വെച്ച. പ്രിയ സഹോദരങ്ങളെ, ദൈവം സൗഖ്യമാക്കുമ്പോൾ, ദൈവം വിടുവിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവം വിഷയങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം നൽകിയ വിടുതലുകൾ വരുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നന്ദി പറയാൻ എത്ര സമയം നമ്മളെടുക്കും? നന്ദി പറയാറുണ്ട്. നമ്മളെ ഒരാൾ വാഹനത്തിൽ അല്പം ദൂരെ കൊണ്ടുവിട്ടാലോ അടുത്ത് കൊണ്ടുവിട്ടാലോ ഇറങ്ങുമ്പോൾ നമ്മൾ അവരോട് നന്ദി പറയുന്നെങ്കിൽ, ഓരോ ദിവസവും ശ്വാസം നൽകി ഫ്രീ ആയിട്ട് ഓക്സിജൻ നൽകിയ ദൈവത്തിൽ നന്ദി പറയണ്ടേ? സൂക്ഷിക്കുന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ? കരത്തിൽ പിടിച്ചവന് നന്ദി പറയണ്ടേ? ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന് നന്ദി പറയണ്ടേ? നമ്മളിപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ നടന്നതിനോർത്ത് സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം 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 ചെയ്യാൻ തയ്യാറാവണം. ദൈവത്തെ സ്തുതിക്കാൻ ഓരോന്ന് എണ്ണി പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ നമിക്കാൻ നമുക്കിടയാവണം. യഹോവയായ ദൈവം ഉന്നതനായ ദൈവമാണ്, ശാശ്വതവാസിയാണ്, പരിശുദ്ധനും നാമമുള്ളതാണ്. പക്ഷേ മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. മനം തകർന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആരംഭത്തിങ്കൽ തന്നെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അവസാനവും നമ്മുടെ കർത്താവിനറിയാം. ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. എല്ലാത്തിൻ്റെ ആദ്യം മാത്രമല്ല, അവസാനം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ കരുത്തിൽ നമ്മളെ നമ്മുടെ വിഷയത്തെ കൊടുത്തെങ്കിൽ സഭാപ്രസംഗം അവിടെ നിന്ന് സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. നമ്മുടെ സമയത്തല്ല, ദൈവത്തിൻ്റെ സമയം ആണ് റൈറ്റ് ടൈം. അതുകൊണ്ടാണ് യേശു മറിയോട് പറഞ്ഞത്, പിന്നെ നാഴിക വന്നില്ല. നാഴിക വന്നാൽ ഏറ്റവും ടോപ്പായത്, ഇതുവരെ രുചിക്കാത്തത്, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് പുറത്ത് കൊണ്ടുവരും എന്നുള്ളതിന് സഹോദരങ്ങളെ സംശയമില്ല. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ചെങ്കടൽ വരട്ടെ, യോർദാൻ വരട്ടെ, സിംഹത്തിൻ്റെ കുഴി വരട്ടെ, തീച്ചോള വരട്ടെ, പത്മോസ് വരട്ടെ, ഭക്തന്മാർ ഭയപ്പെട്ടോ? അവർക്കറിയാം അവർ സേവിച്ചു നിൽക്കുന്ന ദൈവം ആരാണ്, അവരെ വിളിച്ച ദൈവം ആരാണ്, അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവർക്കറിയാം. അവർ പ്രമാണത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നറിയാം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കൂ. രാജാക്കന്മാരുടെ മുഖത്ത് നോക്കിയാ ആ കൽപ്പന ലംഘിച്ചത്. അത്ര ധൈര്യം അവർക്ക്. കാരണം പ്രമാണത്തിന് വേണ്ടി യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ദൃഢധൈര്യമുണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് ശരണം ഉണ്ടാകും, ആശ്രയം ദൈവമായിട്ട് ഇറങ്ങി വരും, അല്ലേ? അബ്രഹാം എടുത്ത തീരുമാനം, ദൈവം നൽകിയ ആ ദാനത്തെ
ദൈവം വാഗ്ദത്തം ചെയ്ത ആ ദാനത്തെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം അനുസരിച്ചില്ലേ? ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ദൈവത്തോടെ ഇറങ്ങി വന്നില്ലേ? പ്രിയരെ, ഭക്തിയോടെ നിൽക്കൂ, വിശ്വസ്തയോടെ നിൽക്കൂ, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കൂ, അവിടുന്ന് പറയുന്നത് അനുസരിക്കൂ, പ്രമാണം മുറുകെ പിടിക്കൂ. ഒരു കാലഘട്ടത്തിലും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം സുപരിതമാണല്ലോ. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനമാണ്. ഇടുറ്റ ലേഖനങ്ങളാണ് താൻ എല്ലാം എഴുതിയത്. അനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഓരോ ലേഖനങ്ങളും, കർത്താവിൽ നിന്ന് പ്രാപിച്ച ലേഖനങ്ങൾ എല്ലാം അതിശ്രേഷ്ഠമാണ്. ഇവിടെ പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. പ്രിയരെ, നന്മ ചെയ്യാൻ ഈ ദിവസങ്ങൾ തയ്യാറാവണം. നന്മ ചെയ്യാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുതെന്ന് മറ്റിടത്ത് എഴുതിയിരിക്കുന്നു. വിശേഷാലാവുന്നിടത്തോളം നന്മ ചെയ്യാൻ തയ്യാറായാൽ ആ നന്മയ്ക്കൊരു റിസൾട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന നന്മകൾ, ചെയ്യുന്ന നല്ല പ്രവർത്തികൾ, ഉന്മേഷത്തോടെ ചെയ്യുന്നത് എല്ലാം നീതിയായി കണക്കണം. അതിനകത്ത് മടുപ്പുണ്ടാവരുത്. മാനുഷികമായി ഒന്നും പ്രതീക്ഷിച്ച് നന്മ ചെയ്യരുത്. അമർത്തി കുലുക്കി തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഒന്ന് ചെയ്തിട്ട് അടുത്തത് കിട്ടാൻ വേണ്ടിയും ചെയ്യരുത്. മറിച്ച് പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതിരുന്നാൽ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല എന്നുള്ള വചനപ്രകാരം നന്മ ചെയ്ത ഒറ്റ തലമുറകളെയും അവരുടെ ജനറേഷനെയും ദൈവം മറന്നിട്ടില്ല. സ്തോത്രം. വചനത്തിലൂടെ എടുത്തു നോക്കൂ. എത്രയോ ഭക്തന്മാർ, നന്മ ചെയ്തവർ, അവരെ ദൈവം മറന്നോ, ഉപേക്ഷിച്ചോ, തള്ളിക്കളഞ്ഞില്ല. അടുത്തൊരു ഭാഗമാണ് ഷെയർ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാൻ എനിക്ക് നിയോഗം നൽകിയത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. പ്രിയരെ, അതിൻ്റെ ആത്മീയ വെളിപ്പാട് ഞാൻ പറയാം. ഒരിക്കലും തളരരുത്.